മുട്ട വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്താണ് യെസ്, എന്താണ് പറയാനുള്ള? എന്താണ് മുട്ട വെച്ചുള്ള ക്രാഫ്റ്റ്? യെസ്, തുടങ്ങിയതേ ഉള്ളൂ അല്ലേ? അതെ, ആദ്യം എന്താണ് പറയാനുള്ളത് കണ്ടിട്ട്? നിനക്ക് വേണ്ടി ഉണ്ടാക്കണേല്ല, അപ്പൊ നീ എന്ത് പറയാന്നാ? അപ്പൊ അങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത്? റംബൂട്ടാൻ ഉണ്ടല്ലേ സ്പെഷ്യൽ? എവിടെ റംബൂട്ടാടെ കയ്യില്? ഇത് വെച്ചിട്ടും എന്തൊക്കെ കോപ്രായങ്ങളുണ്ട്? കോപ്രായല്ല, എന്തൊക്കെ ഇത് എന്തിനു വേണ്ടിയാണ്? അല്ല ശരിയാണ്, അത് പൂവൊക്കെ ഉണ്ടാക്കണേ. എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കണേ? യെസ്, സ്കൂളില് കൊടുക്കാൻ. ഞാനാണ് പഠിക്കുന്നത്. ഇതാരാണ് ചെയ്യാറുള്ളത് ഇതൊക്കെ? ഇതാരാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്? നീ എന്ത് ചെയ്യണ്? യെസ്, അപ്പൊ സ്കെച്ച് എല്ലാ ഐറ്റവും ഉണ്ട്. മുട്ടയാണ് ഞങ്ങൾ അതിന് യൂസ് ചെയ്യുന്നത്. 1-2 മുട്ടയല്ല, 15 മുട്ടയാണ് വാങ്ങിയതല്ലേ അതിന് വേണ്ടി. ഇപ്പൊ അതില് കുറച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരു 3-4 എണ്ണത്തിന്റെ വർക്കിൽ പകുതി ആയിട്ടുണ്ട്. 5ാമത്തെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയില്ല. ഞാൻ ആദ്യമായിട്ടാണ് മുട്ടയിലുണ്ടാക്കണേ. മുട്ട ആദ്യമായിട്ടാണ് കൈ കിട്ടണേ. അതെ, എന്താണ് ആദ്യം എന്താണ് പറയാനുള്ളത്? നിനക്ക് ഇഷ്ടമുള്ള പറയണേ. ഇതാര് ചിരിച്ചോണ്ടിരിക്കുന്നത്? അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടണും സിൽവർ പ്ലേ ബട്ടണും ഉണ്ട്. നമ്മളിവിടെ ഹാളില് കർട്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോ, അല്ലേ? ചെറിയൊരു ക്ലിയറൻസിന് വേണ്ടി ചെയ്തത്. ഓക്കെ, യെസ്, ഇപ്പൊ എല്ലാം കയ്യിൽ നിന്ന് പോയേനെ. എല്ലാം പോയേനെ. മിക്സായി. ഇത് വെയിറ്റ് ചെയ്യാന്നില്ല ഒരു സെക്കൻഡ്. അങ്ങനെ പകുതി ആയില്ല നമ്മുടെ വർക്ക്. പകുതി ആയപ്പോ എന്തൊക്കെയാണ് ഉള്ള സ്പെഷ്യൽ? പാണ്ട എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് റംബൂട്ടാൻ ആരാ ഉണ്ടാക്കിയത്? ഇന്ന് മൊത്തം എടുത്തല്ല അത് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്തത്? ഇപ്പോഴും കഴിഞ്ഞതല്ലോ. കഴിഞ്ഞ ശേഷമാണ് പകുതിയുടെ ഇൻട്രോ എടുക്കുന്നത്. പിന്നെ പാണ്ടക്കുട്ടല്ലേ, പാണ്ടക്കുട്ടനൊക്കെ ഇരിപ്പുണ്ട്. എല്ലാത്തിന്റെയും മഞ്ഞിലാണ് ഇരിക്കുന്നത്. എല്ലാത്തിന്റെയും നമ്മുടെ ഫിനിഷിംഗ് ആയിട്ട് ബാക്കിയുള്ളത് കാണിക്കല്ലേ. ഇപ്പൊ പകുതി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 എണ്ണത്തിന്റെ വർക്ക് കൂടെ ചെയ്യാനുണ്ട്. 2 മുട്ടത്തോടെ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. റംബൂട്ടാന്റെ ചെറിയൊരു കലാവിരുദ്ധൂടെ ഉണ്ട്. അപ്പൊ ബാക്കിയെല്ലാം ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഔട്ട് ഇറങ്ങും. കീർത്തിക്ക് എന്താണ് പറയാനുള്ളത്? ഇറക്കിയിട്ട് പറയാം, വർക്കിലാണ്. അപ്പൊ എന്തായാലും അല്ല അതെ. അപ്പൊ നമുക്ക് ബാക്കി ഇവിടെ എടുത്തിട്ട് കാണാം അല്ലേ? അങ്ങനെ ഗൈസ്, നേരം വെളുത്തു. ഇന്നലെ രാത്രി 12 മണിക്ക് പണി നിർത്തി വെച്ചിട്ട് പോയിട്ട് ബാക്കി രാവിലെ ഒന്നാണ് ഫിനിഷ് ചെയ്ത് അതിന്റെ വീഡിയോ എടുക്കുന്നത് അല്ലേ? അപ്പൊ എന്തൊക്കെ ചെയ്തെന്ന് കാണിക്കണ്ടേ? എങ്ങനെ? യെസ്, അതല്ലേ ഞാൻ ചോദിച്ചത്. അപ്പൊ കാണിക്കാം. എവിടെ അതൊക്കെ? യെസ്, ഇതേണ്ടേ, ഇതൊക്കെയാണ് ഇന്നലെ രാത്രി ഇരുന്ന് തുടങ്ങിയ പണികൾ. കണ്ടോ? രാത്രി രാവിലെയാണ് ബാക്കി എടുക്കുന്നത്. ചെയ്തുള്ളൂ. അപ്പൊ 15 മുട്ടയാണ് വാങ്ങിയത് നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഇന്നലെ ഒരു 7 എണ്ണേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 7 എണ്ണം എന്തായാലും ഇന്ന് സ്കൂളിൽ കൊടുത്ത് വിടെയാണ്. ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് സ്കൂളിൽ കൊടുത്ത് വിടെയാണ്. അപ്പൊ കീർത്തിക്ക് എന്താണ് പറയല്ലോ? എന്തോ പറയാൻ വേണ്ടി വന്ന്? എന്താണ്? സമയം കിട്ടില്ല. ഇന്ന് സ്കൂളിൽ കൊടുത്തു വിടണ്ടേ? ഞാൻ ഉറങ്ങിപ്പോയി. ഇപ്പൊ പിന്നെ നേരത്തെ ഉറങ്ങില്ലേ? രാത്രി ഉറങ്ങി. അവൻ താമസിച്ച് എണീറ്റ് അല്ലേ? അപ്പൊ സ്കൂളിൽ പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ഇനി പാക്ക് ചെയ്ത് വിടണം അല്ലേ? സ്കൂളിൽ കൊടുത്തു വിടണം. അപ്പൊ സ്കൂൾ ബസ്സിൽ വിടുന്നില്ല, നമ്മൾ കൊണ്ടാണ് വിടുന്നത്. കാരണം ഒരു ഷോർട്ട് വീഡിയോയുടെ സ്കൂളിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ഷോർട്ട് വീഡിയോയുടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പാക്ക് ചെയ്യാം. പാക്ക് ചെയ്ത് വിടുകയാണ് നമ്മള്. ഇതെന്തിരുന്ന് മനസ്സിലാകാതെ അത് ഏറ്റവും ഇഷ്ടമുള്ളതായതുകൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയത്. നോക്കിയപ്പോ കയ്യില് റംബൂട്ടാൻ എടുത്ത് വെച്ചിരിക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തെന്ന് അറിയണ്ടേ? എന്തൊക്കെയാണ്? സ്ട്രോബെറി ഉണ്ടാക്കി. ഇത്
അത് സ്ട്രോബെറിന്റെ വേറെ ഐറ്റം. അപ്പൊ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് ഏകദേശം 5 ഐറ്റം ആണ് അല്ലേ? 5 ഐറ്റം ആണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത്. 5 വെറൈറ്റി പിടിക്കാൻ നോക്കി, പക്ഷെ 1-2 കിട്ടില്ല, വെറൈറ്റി കിട്ടി. അപ്പൊ എന്തായാലും കൊള്ളാല്ല അല്ലേ? അപ്പൊ നമുക്കിനി പാക്ക് ചെയ്ത് കൊടുത്തിടാം. ഓക്കെ, അപ്പൊ എന്നിട്ട് വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.